പാക് അധീന കശ്മീർ വിടൂ, നിന്റെയൊക്കെ സബ്സിഡികൾ നിന്റെയൊക്കെ മുഖത്ത് തന്നെ ഞങ്ങൾ വലിച്ചെറിയുമെന്നാണ് പാക് അധീന കശ്മീരിലെ ജനങ്ങൾ പ്രക്ഷോഭത്തിലെ ഇടെ നടന്ന യോഗത്തിൽ പാകിസ്ഥാൻ അധികാരികളോട് വിളിച്ചു പറഞ്ഞത്. ഇപ്പോഴിതാ പാകിസ്ഥാനിലെ POKയിൽ നടക്കുന്ന, അതായത് പാക് അധീന കശ്മീരിൽ നടക്കുന്ന കലാപം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. നേരത്തെ ഇത് സബ്സിഡികൾ, പണപ്പെരുപ്പം, ഭരണനയങ്ങൾ എന്നിവയിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആളുകൾ പാകിസ്ഥാന്റെ പങ്ക്, ഭരണ നിയന്ത്രണം, സൈനിക താവളങ്ങൾ എന്നിവയെക്കുറിച്ച് നേരിട്ടുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. റാവൽകോടതിയിൽ നടന്ന ഒരു വലിയ യോഗത്തിൽ ജമ്മു കശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്നിവയുടെ നേതാക്കൾ പാകിസ്ഥാനെതിരെ രൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത്. POK ആസ്ഥാനമായിട്ടുള്ള മുസാഫറാബാദിനടുത്ത് റാവൽകോടതിയിൽ നടന്ന ഒരു വലിയ യോഗത്തിൽ പ്രതിഷേധ നേതാവ് സർദാർ അമൻ കശ്മീരി ഇസ്ലാമിക ഭരണകൂടത്തിനും സൈനിക ക്യാമ്പുകൾക്കുമെതിരെ രൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മുഖത്ത് ഞങ്ങൾ സബ്സിഡികൾ വലിച്ചെറിയും, നിങ്ങളുടെ കോട്ടകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നാൽ നിങ്ങളുടെ മിസൈലുകൾ കൊണ്ട് തന്നെ നിങ്ങളെ ഞങ്ങൾ തീർക്കും, പോരാത്തതിന് ആ മിസൈലുകൾ ഞങ്ങൾക്ക് കൈമാറുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഞങ്ങളുടെ കഥ ഞങ്ങൾക്കറിയാം, അതായത് ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം, അതിൽ നിങ്ങൾക്ക് എന്താണ് കാര്യം? ഇതോടൊപ്പം ഇന്ത്യയുമായി വ്യാപാരപാതകൾ തുറക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ അതിനായി കശ്മീരികൾ മറ്റ് ഓപ്ഷനുകൾ തേടേണ്ടതുണ്ട് എന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഇന്ത്യ വരച്ച വരയിൽ തന്നെ കാര്യങ്ങളെല്ലാം വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്നാഥ് സിംഗ് പറഞ്ഞൊരു കാര്യമുണ്ട്, പാക് അധീന കശ്മീർ അഥവാ POK, അവിടെ ഒരു ബുള്ളറ്റ് പോലും നമ്മൾ ചിലവാക്കേണ്ട ആവശ്യമില്ല. POK ഒരു തുള്ളി രക്തം പോലും ചിന്താതെ നമ്മുടെ അടുത്തേക്ക് വന്നു ചേരുമെന്നാണ് പാക് അധീന കശ്മീരിനെ കുറിച്ച് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ അഥവാ നമ്മുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് പറഞ്ഞത്. സമാനമായ രീതിയിൽ പാക് അധീന കശ്മീരിൽ വലിയ കലാപങ്ങൾ ഉയരുമ്പോൾ, അവിടെ ചൈനയ്ക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയരുമ്പോൾ ഇന്ത്യയുമായി വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കണമെന്നുള്ള വാക്കുകളാണ് പാക് അധീന കശ്മീരിലെ ഔദ്യോഗികമായിട്ടുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാന് പോലും കേൾക്കേണ്ടി വരുന്നത്. അവിടെയുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം വേണം. അവർ കാണുന്നത് കശ്മീരിലെ വികസനങ്ങളാണ്, അവർ കാണുന്നത് ജമ്മുവിലെ വികസനങ്ങളാണ്. അതിനോട് ചേർന്ന് കിടക്കേണ്ട പാക് അധീന കശ്മീർ എന്ന് പറഞ്ഞ പ്രദേശം നരകതുല്യമായി കിടക്കുന്നത് അവർ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഭരണകൂടത്തോട് അവർക്ക് വലിയ മതിപ്പ് തോന്നുക, അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. എന്തായാലും ഇപ്പോൾ അവർക്ക് ഇന്ത്യയുമായി ചേരാൻ ഒരു കൊതി തോന്നുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നിരീക്ഷകർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.